ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ ആയിരിക്കും കേട്ടോ കിടപ്പൊക്കെ. അങ്ങനെ അലീനയാണെങ്കിൽ തിരിച്ചറിയാൻ കേട്ടോ തൻ്റെ അമ്മ, അതായത് വൈജയന്തി തന്നോട് മാത്രമല്ല ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുകയും അതുപോലെ തന്നെ ദേഷ്യത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് തൻ്റെ മക്കളോടും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ പതിയെ പതിയെ വൈജയന്തിയുടെ മനസ്സിലെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ വൈജയന്തിയുടെ മനസ്സും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അവിടുത്തെ ജോലിക്കാരിയാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ ഇതൊന്നും കണ്ടിട്ട് മോള് പേടിക്കുമൊന്നും വേണ്ട, മേഡം എപ്പോഴും ഇങ്ങനെയാണ്, പക്ഷെ ആളൊരു പഞ്ചപാവമാണ്. അമ്മ തന്നെ പറയും പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എപ്പോഴോ ഇങ്ങനെ മാറിപ്പോയതാണെന്ന്, അതുകൊണ്ട് മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ. മേഡം ആണെങ്കിൽ ആളൊരു പാവമാണ്, പിന്നെ ഇങ്ങനെയൊക്കെ പുറമെ കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അലീന പറയാണ്, അത് പിന്നെ ചിലതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ടോ എന്നിങ്ങനെ പറഞ്ഞ് ആ ജോലിക്കാരിയാണെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് കൃഷ്ണമോളും അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൃഷ്ണമോളും പറയുന്നുണ്ട്, ചേച്ചി അമ്മ ഞങ്ങളോടും ഇങ്ങനെയൊക്കെ തന്നെ, അച്ഛനോടും ഇങ്ങനെ തന്നെ അമ്മ പെരുമാറുന്നത്, ചില സമയം ഓർത്തു ഞങ്ങളൊക്കെ ഈ വീട്ടിലെ അല്ലാന്ന്, അതുപോലെ അമ്മയുടെ പെരുമാറ്റം, അതുകൊണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരമൊക്കെ ആകുമല്ലോ വരുമ്പോൾ, അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഫുഡൊക്കെ അമ്മ ഓർഡർ ചെയ്യും, ഞങ്ങളും ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെയാണ് ഇവിടെ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അലീന പറയുന്നുണ്ട്, എന്നാലും അമ്മയെ അനുസരിക്കാതൊന്നും ഇരിക്കില്ല കേട്ടോ, അമ്മയാണെങ്കിൽ സ്നേഹത്തോടെയല്ലേ ഓരോ കാര്യങ്ങൾ പറയുന്നത്, പിന്നെ അമ്മയ്ക്ക് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയും വഴക്കുറയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അമ്മയുടെ ആ ഒരു മുഷിപ്പൊന്നും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയുടെ സംസാരമൊക്കെ കൃഷ്ണമോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നതാണെങ്കിൽ രാത്രിയിൽ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ജഗ്ഗിൽ നോക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് പോകുന്ന വഴിക്കായിരിക്കും ഒരു റൂമിൽ നിന്നും വെളിച്ചം ഇങ്ങനെ കാണുകയാണേ. അപ്പോൾ ഇങ്ങനെ അലീന ചിന്തിക്കുന്നുണ്ട്, ഈ റൂമിൽ ആരും കിടപ്പില്ലല്ലോ, പിന്നെന്തിനാണ് ഈ റൂമിൽ വെട്ടയിട്ടിരിക്കണേ, ഇനി ആരും അറിയാതിട്ടാണോ, എന്തൊക്കെയോ അനക്കങ്ങളും കേൾക്കുന്നുണ്ട്, ഈ വീട്ടിലുള്ളവർ തന്നെ ആരായിരിക്കും എന്നൊക്കെയുള്ള സംശയത്തോടു കൂടി ആ മുറിയിലേക്ക് ചെല്ലിയാണ് കേട്ടോ അലീന. അങ്ങനെ അലീനയാണെങ്കിൽ ആ റൂമിലേക്ക് പതിയെ ഇങ്ങനെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. നോക്കുന്ന സമയത്ത് പുറം തിരിഞ്ഞിരിക്കായിരുന്നു കേട്ടോ നമ്മുടെ വൈജയന്തി, മറ്റാരുമല്ല വൈജയന്തി ആയിരിക്കും കേട്ടോ ആ റൂമിൽ. അപ്പോൾ അലീന ഒരു ഞെട്ടലോടെ ഇങ്ങനെ ഓർക്കുകയാണ്, എന്തിനായിരിക്കും അമ്മ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് അലീന വന്നിരിക്കണമെന്ന് വൈജയന്തി അറിയുന്നില്ല കേട്ടോ. ചെറിയൊരു വിടവിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ ഒരു ബുക്കിൽ ഇങ്ങനെ താളുകൾ മറിക്കുന്നത് കാണാം. എന്നിട്ട് അത് നോക്കി ആ ഒരു താളുകളിലൂടെ കൈവിരൽ ഒടിക്കുകയും കരയുകയും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ അലീനയ്ക്ക് എന്തൊക്കെയൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. അമ്മ എന്തിനായിരിക്കും ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്, അമ്മയുടെ മനസ്സിൽ അത്രമാത്രം എന്തോ വിഷമമുണ്ട്, അത്രമാത്രം എന്തോ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇയാൾ മാറിയതും അതുപോലെ തന്നെ ഇങ്ങനെ ഈ വിഷമിച്ചിരിക്കുന്നതും. ഒരിക്കലും അമ്മ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ ആരെയോ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു, ചിലപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു എതിർപ്പ് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത്, എന്നാലും അമ്മയുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്നും അമ്മയുടെ മകളെ സ്നേഹിച്ചിരുന്നുവെന്നും ഒക്കെ അമ്മയുടെ ഈ കണ്ണീരിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പിന്നെ യേസുരാ ആൻറ്റി ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മയുടെ മകൾ മരിച്ചു പോയി എന്നാണ് അമ്മ വിശ്വസിച്ചിരുന്നതെന്ന്, ചിലപ്പോൾ ആ മകളെക്കുറിച്ച് അങ്ങനെ ഓർത്തിട്ടായിരിക്കും അമ്മ കരയുന്നത് എന്നൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ അലീന. എന്നിട്ട് അലീന നമ്മുടെ വൈജയന്തി അവിടെ നിന്ന് എണീറ്റ് റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അലീന അവിടെ നിന്ന് മാറി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ഇങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ഈ മുറി വൃത്തിയാക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണേ. ആ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞത്, വേണ്ട ആ മുറി ഒന്നും വൃത്തിയാക്കണ്ടേ, ആ മുറി തുറക്ക പോലും വേണ്ട, അമ്മയ്ക്ക് ദേഷ്യമാവും കേട്ടോ. അതെന്താ, ഈ മുറിയിലെ അമ്മ മാത്രമേ കയറുള്ളൂ, അമ്മയുടെ എന്തോ പഴയ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്ന റൂമാന്നേ, ഇത് മുഷിഞ്ഞു കഴിഞ്ഞാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് വൃത്തിയാക്കാൻ പോയിട്ട് ഈ പരിസരത്തോട്ട് കയറിയേക്കരുതെന്ന അമ്മയുടെ ഓർഡർ, അതുകൊണ്ട് ഞങ്ങൾ ആരും ആ റൂമിലേക്ക് കയറാറ് പോലുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അലീന ഉറപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ ഇതുപോലെ കാത്തു സൂക്ഷിച്ച ആ പുസ്തകങ്ങളും ആ ഓർമ്മകളും ഒക്കെ ഈ റൂമിലായിരിക്കുമല്ലേ ഉണ്ടായിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണേ. ശേഷമാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശിയോട് അലീന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. മുത്തശ്ശിയുടെ മോളും പിന്നെ കൊച്ചുമക്കളും എല്ലാവരും ഇവിടെയൊക്കെ തന്നെയാണോ പഠിച്ചതും വളർന്നതും ഒക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മുത്തശ്ശി പറയുന്നത്, അത് പിന്നെ വൈജയന്തി ഇവിടെ അല്ല പഠിച്ചത്, അവൾ അങ്ങ് ദൂരെയാണ്
കുട്ടിയാണ്, ഹോസ്റ്റലിൽ നിന്നായിരുന്നു പഠിച്ചിരുന്നത്. ആ സമയത്തായിരുന്നു ഇവൻ്റെ ആലോചനയൊക്കെ വന്നതും പിന്നീട് വിവാഹവും ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകുകയാണേ. അങ്ങനെ മുത്തശ്ശി പകുതി കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പ് തന്നെയാണ് അമ്മ എവിടെയോ പഠിക്കാൻ പോയ സമയത്ത് ആരുമായിട്ടോ ഇഷ്ടത്തിലായി. അങ്ങനെ ഇഷ്ടത്തിലായ സമയത്ത് പക്ഷേ വീട്ടുകാരുടെ എതിർപ്പൊക്കെ മൂലവും പിന്നെ അമ്മയെ ആരോ ചതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അമ്മയുടെ ആത്മാർത്ഥമായ സ്നേഹമാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതേ ഉള്ളൂ. അമ്മ ആരോ അങ്ങനെ വഞ്ചിച്ചത് കൊണ്ടാണ് അമ്മ ഇന്നിങ്ങനെ മാറിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ അലീന സ്വയമേ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷമാണെങ്കിൽ അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മാറ്റത്തിന് കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. എന്നാലും അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും അലീന അമ്മയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്ത് വൈജയന്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നോവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അലീനയെ ഏൽക്കുന്നു പോലും ഇല്ല കേട്ടോ. അലീനയ്ക്ക് അതൊന്നും കൊള്ളുന്നു പോലും ഇല്ല. അലീനയാണെങ്കിൽ അമ്മേനെ ആ ഒരു സ്നേഹത്തോടുകൂടിയും ആ ഒരു പരിഗണനയോടുകൂടി ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും പെട്ടെന്ന് അവിടേക്ക് ഒരു അതിഥി എത്തുകയാണ്. അത് മറ്റാരുമല്ല നമ്മുടെ മനു ആയിരിക്കും കേട്ടോ. അങ്ങനെ മനുവിനെ കണ്ടതോടുകൂടി അലീനയുടെ മനസ്സിൽ ഒരു ചിത്രശലഭം പാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം കേട്ടോ. അതുപോലെ സന്തോഷമാകുകയാണ്. അങ്ങനെ മനുവിനെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയാണ് കേട്ടോ. അങ്ങനെ അലീന ഓടിയെത്തുകയാണ് കേട്ടോ. മനുവിനും അതുപോലൊക്കെ തന്നെയാണ്. ഇത് കാണുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മനുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇത്ര പെട്ടെന്ന് വന്നത്? നീ പോയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അത് പിന്നെ മുത്തശ്ശി, എനിക്ക് മുത്തശ്ശീനെയും എല്ലാവരെയും കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ ഞാൻ ഓടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അലീനയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അലീനയെ കണ്ടതോടുകൂടി മനു ഓടി വന്ന് ചോദിക്കുന്നുണ്ട്, അലീന എന്താടോ, തനിക്കിവിടെ സുഖമാണോ? താൻ ഹാപ്പി ആയിട്ടിരിക്കുന്നോ? പിന്നെ തൻ്റെ രേവതിക്കുട്ടി വിളിക്കുകയോ ഒക്കെ ചെയ്തോ? അവൾക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതെന്ത് പറയാനാ, രേവതിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അതെന്താ, താനൊന്ന് ഫോൺ വിളിച്ച് ചോദിച്ചൂടെ? എനിക്ക് ഫോണൊന്നുമില്ല. ഫോണില്ലേ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഫോണില്ല എന്ന് പറഞ്ഞാൽ അതിശയകരം തന്നെ. അതും തന്നെ പോലെ ഇത്ര പ്രായമായൊരു പെൺകുട്ടിക്ക് ഫോണില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതം തന്നെ. ഇന്നൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഫോണല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ച് തള്ളുകയാണേ. തനിക്ക് ഫോൺ വേണോ? ഞാൻ വേണമെങ്കിൽ വാങ്ങിത്തരാം, തൻ്റെ സഹോദരിയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ മനു പറയുന്നത്, രേവതിക്ക് അവിടെ പരമസുഖമാണ്. അവർ പൊന്നുപോലെയാണ് രേവതിയെ നോക്കുന്നത്. രേവതിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ഭക്ഷണമാണെങ്കിലും അവളെ കൊണ്ടു നടക്കുന്നതൊക്കെ ഒന്ന് കാണണം. അവൾക്ക് അവിടെ പരമസുഖമാണ്. താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. തൻ്റെ അന്വേഷണം ഞാൻ രേവതിയോട് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് ജയസാമ അവരെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. അലീനയുടെ മനസ്സ് തന്നെ നിറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജയസാമേനെയൊക്കെയാണ്. അവിടെയാണെങ്കിൽ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, രേവതിക്കാണെങ്കിൽ പരമ സുഖമല്ലേ. അപ്പോൾ രേവതിയുടെ ചേച്ചിയെ ഒന്ന് കാണണമെന്നൊക്കെയുള്ള ഒരു ആഹവും മോഹവും ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ, നിനക്ക് അവളുടെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാമെന്ന് പറയുമ്പോൾ, എനിക്ക് ഫോൺ നമ്പറൊന്നും അറിയില്ല, അവിടുത്തെ സ്ഥലപ്പേരറിയാം, പിന്നെ അവിടുത്തെ വീട്ടുപേരറിയാം, അത്രേ അറിയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ജയസാമ പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് അവിടുത്തെ ഒക്കെ ഒന്ന് പോയി അന്വേഷിക്കാം, എന്നിട്ട് നമുക്ക് രേവതിയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേനും രേവതിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ രേവതി പിന്നീട് ചോദിക്കുന്നുണ്ട്, രേവതി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ തനിച്ചാണോ, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളോ, നിങ്ങൾക്ക് വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മോന്, ഞങ്ങളുടെ എല്ലാം, പക്ഷേ അവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതോടെ എല്ലാം തീർന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അവനൊരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു, ആ വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാം സമ്മതത്തോടു കൂടി ആ വിവാഹം ആഘോഷമാക്കി നടത്താനിരുന്ന സമയത്തായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ്. അതോടുകൂടി ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾ ഒറ്റയ്ക്കായി, ഞങ്ങൾ തനിച്ചായി, ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഏത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് കേട്ടോ.